ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്, പ്ലെയിൻസ്, പിന്നെ പ്രൊജക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്, അതുപോലെ ഐസോമെട്രിക് വ്യൂസ്, അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് ഏരിയാസും കൂടി കവർ ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്, ഇപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസും മറ്റുമൊക്കെ ഒബ്ജക്ട്സും ഒക്കെ വരുമ്പോൾ, ഓർത്തോഗ്രാഫിക് വ്യൂസ് ഒക്കെ വരുമ്പോൾ ഏകദേശം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് ബേസ് ആയിട്ട് വരുന്ന ഭാഗം ഈ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്, ഒബ്ജക്ട്സ്. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ചൊരു ബ്രോഡ് ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാം. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഡിപ്ലോമ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 99% സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് ആദ്യം ഇന്നൊന്ന് മനസ്സിലാക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതൊക്കെ നമുക്ക് ആൾറെഡി കോർഡിനേറ്റ്സ്, ഇതൊക്കെ നമുക്ക് പൊതുവിൽ അറിയാവുന്നതാണ്. എക്സ് ആക്സിസും ഒരു വൈ ആക്സിസ് അതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇത് എക്സ് ആക്സിസ് നമ്മൾ പറയുന്നത് വൈ ആക്സിസ്. അതുപോലെ ക്വാഡ്രൻസ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇതിനെ നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇനി ഈ ആക്സിസിനെ നമുക്ക് പ്ലെയിനിലേക്ക് 3 ഡയമെൻഷണൽ വ്യൂസ് ഇത് കുറച്ച് ഐഡിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആക്സിസുകൾ ഞാനൊരു പ്ലെയിൻ ആക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ വൈ ആക്സിസിന് ഞാൻ വൈ പ്ലെയിൻ എന്നുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് മാറ്റും. അതുപോലെ തന്നെ അത് താഴേക്ക് വരും. അതേപോലെ എക്സ് ആക്സിസിനെ ഞാൻ എക്സ് പ്ലെയിൻ ആക്കി മാറ്റും. ഇവിടെ ഈ ഓരോ ക്വാഡ്രന്റിനകത്തും ഓരോ പോയിന്റുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ പ്ലേസ് ചെയ്ത പോയിന്റിന്റെ ഇമേജസ് ഈ എക്സ് പ്ലെയിനിലും, ഇപ്പോൾ ഇത് എക്സ് ആക്സിസിൽ, ഇതിന് നമ്മൾ എക്സ് പ്ലെയിൻ എന്ന് പറയും. അതുപോലെ ഇത് വൈ ആക്സിസിലല്ല, ഇത് വൈ പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഈ രണ്ട് പ്ലെയിനുകളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിനെ ആണ് അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് പ്ലെയിനും വൈ പ്ലെയിനുമായി മാറുമ്പോൾ ഇനി നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതും ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതുപോലെ വൈ പ്ലെയിനിനെ ഇനി മുതൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ്. വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസിനെ നമ്മൾ എക്സ് പ്ലെയിൻ വൈ പ്ലെയിൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റി ആ എക്സ് പ്ലെയിനിനെ അല്ലെങ്കിൽ എക്സ് ആക്സിസിനുള്ള ഈ ഒരു പ്ലെയിനെ ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ എച്ച് പി. വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ പ്ലെയിനിനെ ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ബി പി. അപ്പോൾ ഓരോ ക്വാഡ്രന്റും അനുസരിച്ചിട്ട് നമുക്ക് ഒരു ക്രോസ് സെക്ഷൻ പോലെയാണ് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെയും വെർട്ടിക്കൽ പ്ലെയിനിൻ്റെയും കൂടി മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു ആക്സിസ് ഏത് പ്ലെയിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സിൻ്റെയും വൈൻ്റെയും ഒരു കമ്പൈൻ ചെയ്തുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇനി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയും. ഈ ഒരു മീറ്റിംഗ് ജംഗ്ഷന് പറയുന്നത് എക്സ് വൈ ലൈൻ അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ എന്ന്. ഇനി ഇതിനകത്ത് ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പോയിന്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോൾ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ബോൾ ഒരു റെഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലാണോ വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഫ്രണ്ടിലാണോ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അതിനൊരു ഒബ്സർവറിന്റെ ആവശ്യം. അങ്ങനെ ഞാനൊരു ഒബ്സർവറിനെ
ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ഒബ്സർവർ ഇൻഫിനിറ്റിയിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇയാൾ ഇതിനടുത്തല്ല നിൽക്കുന്നത്, ഇയാൾ എവിടെയാണ് നിൽക്കുന്നത്? ഇൻഫിനിറ്റിയിൽ നിൽക്കുകയാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടിട്ട് ഇയാൾ ഈ എക്സ് പ്ലെയിൻ വൈ പ്ലെയിനിന്റെ ഈ ഒരു ഭാഗത്തിൽ ഇങ്ങോട്ടത്തേക്ക് നോക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ടോ ഒക്കെ മൂവ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ ഇയാളെ റെഫറൻസ് ആക്കിക്കൊണ്ട് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ പി എന്ന് പറയുന്ന പോയിന്റ് അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നതിനെ വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഇൻഫ്രണ്ട് ആണെന്നും ഹൊറിസോണ്ടൽ പ്ലെയിനിലെ എബോ ആണെന്നും പറയാം. അയാൾ ആരെ റെഫറൻസ് ആക്കിക്കൊണ്ടാണ്? ഈ ഒബ്സർവറിനെ റെഫറൻസ് ആക്കിക്കൊണ്ട് ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിനിന് മുന്നിലും ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലുമാണ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പൊസിഷൻസിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അത് എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയാൻ കാരണം അത് ഈ ഒരു ഒബ്സർവറിനെ റെഫറൻസ് ചെയ്തുകൊണ്ടാണ്. ഇനി ഇതേ പോയിന്റിന് പകരം ഞാൻ ഈ പോയിന്റിനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യും. ഈ പോയിന്റിനെ ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യും. അപ്പോഴും ഇതേ ഒബ്സർവർ തന്നെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കിക്കൊണ്ട് ഈ പോയിന്റിനെ റെപ്രസെന്റ് പറയുന്നത് അയാൾ ഈ പോയിന്റ് എബോവ് എച്ച് പി ആണ്, വി പിക്ക് പുറകിലാണ്, അല്ലെങ്കിൽ ബിഹൈൻഡ് വി പി ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായപ്പോൾ ഈ ഒബ്സർവർ പറഞ്ഞത് ഈ പോയിന്റ് എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അത് ഫസ്റ്റ്. ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എബോവ് എച്ച് പി തന്നെ, പക്ഷെ ബിഹൈൻഡ് വി പി, വെർട്ടിക്കൽ പ്ലെയിനിന് പുറകുവശത്താണ്. ഇനി ഇവിടെയാണ് ഞാനൊരു പോയിന്റ് പ്ലേസ് ചെയ്യുന്നതൊക്കെ. ആ പോയിന്റ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്തത് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോഴും ഈ ഒബ്സർവർ അവിടെ തന്നെയാണ് നിന്ന് ഇൻഫിനിറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് നോക്കിയതിന് ശേഷം ആ ഒബ്സർവർ മനസ്സിലാക്കുന്നത് ഈ പോയിന്റ് P3 ബിലോ എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും നിൽക്കുന്ന ഈ പോയിന്റുകളെ ഈ ഒബ്സർവർക്ക് എങ്ങനെ കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്തിലും ആണെങ്കിൽ അയാൾക്ക് നേരിട്ട് കാണാം. ഇവിടെ ഇയാളിത് കാണാൻ കാരണം ഈ സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും പ്ലേസ് ചെയ്യുന്ന പോയിന്റ്സുകൾ കാണാനായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലെയിൻ എന്തായിട്ട് കൺസിഡർ ചെയ്തു? ട്രാൻസ്പെറൻ്റ്. പക്ഷെ പ്ലെയിൻ അവിടെ ഉണ്ട്, പക്ഷെ ഈ പോയിന്റ് അയാൾക്ക് കാണാം. എന്തുകൊണ്ട് കാണാം? ഈ പ്ലെയിൻ ഈ രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ ഈ പ്ലെയിനിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, വെർട്ടിക്കൽ പ്ലെയിനിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒബ്സർവർക്ക് ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന P2വിനെയും P3യെയും കാണാൻ പറ്റും. അപ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിനും അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ഈ പോയിന്റ് കാണാൻ പറ്റുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിനകത്തുകൂടിയാണ് അയാൾ കാണുന്നത്. പക്ഷെ അതിന്റെ പൊസിഷൻസ് ഇയാൾ മനസ്സിലാക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡും ഹൊറിസോണ്ടൽ പ്ലെയിനിന് എബോവുമാണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ പൊസിഷൻ P3, പോയിന്റ് P3 പ്ലേസ് ചെയ്തിരിക്കുന്നത് ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ബിഹൈൻഡ് വി പി. ഇവിടെയാണ് ഒരു പോയിന്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിലോ പിയെ പ്ലേസ് ചെയ്തത് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ അത് ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, അപ്പോൾ ഈ ഒബ്സർവറുടെ റെഫറൻസ് ചെയ്തുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യുന്ന ഒരു പോയിന്റ് എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എബോവ് എച്ച് പി ബിഹൈൻഡ് വി പി, വെർട്ടിക്കൽ പ്ലെയിന് പുറകിൽ. ഇവിടെയാണെങ്കിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഇവിടെ സൂചിപ്പിക്കാം, ഏത് പോയിന്റ്സുകൾ വന്നു കഴിഞ്ഞാലും അതെന്താണ്? എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ
ബിഹൈൻഡ് ബി പി എബോവ് എച്ച് പി. തേർഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് ബി പി. ഫോർത്ത് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ അതും ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ്. ഇങ്ങനെ റെപ്രസെന്റ്. ഇനി ഈ ഒബ്സർവറിനെ ഈ സൈഡ് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഈ ഒബ്ജക്റ്റിനെ കിട്ടുന്ന ഇമേജസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ P1 എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇയാൾ നോക്കുമ്പോൾ ഇത് എവിടെ നിൽക്കുന്നതായിട്ടായിരിക്കും ഇയാൾക്ക് തോന്നുക? ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഈ P1 എന്ന് പറയുന്ന പോയിന്റും ഈ പ്ലെയിനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് അയാൾക്ക് അറിയാൻ പറ്റത്തില്ല. അയാൾക്ക് എന്തേ അറിയാൻ പറ്റത്തുള്ളൂ? അയാൾക്ക് അറിയാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഈ P1 എത്ര മുകളിലേക്കാണ് എന്നുള്ളത് ഇയാൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ P1 വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ദൂരം മാറി നിൽക്കുന്നു എന്ന് വളരെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന ആളിന് കാണാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഈ P1 ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് ഇയാൾക്ക് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ P1 ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് തോന്നും? അത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് തോന്നും. കാരണം ഇൻഫിനിറ്റിയിൽ നിന്ന് ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഈ ഡിസ്റ്റൻസ് അറിയാൻ പറ്റില്ല, ഈ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റ് എത്ര മുകളിലേക്കാണ് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ P1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഒരു പ്രൊജക്ഷൻ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിടക്കും. ആ പ്രൊജക്ഷൻ ആണ് ഇവിടെ നമ്മൾ P1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇയാള് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള P2വിനെ നോക്കുമ്പോൾ ആ P2വും ഇത് ട്രാൻസ്പെറന്റ് ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഈ P2 ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എത്ര മുകളിലാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും. പക്ഷേ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് അയാൾക്കറിയില്ല. ഈ P2 എന്ന് പറയുന്ന പോയിന്റും ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോയിന്റിൽ വെർട്ടിക്കൽ പോയിന്റിൽ നിൽക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. P2 ഇവിടെ നിന്ന് മാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അയാൾക്കറിയാം. സിമിലർ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം താഴെയാണ് P4 പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അയാൾക്കറിയാം. പക്ഷേ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് ഇത് നിൽക്കുന്നത് എന്ന് അയാൾക്ക് അറിയാൻ പറ്റില്ല അയാൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ P4 ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. P4 അതേപോലെ തന്നെ P3യും അതിന്റെ പ്രൊജക്ഷൻ ഇവിടെ നിൽക്കുന്നതായിട്ട് അയാൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് എന്തുമാത്രം താഴെയാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. പക്ഷേ ഇൻ ബിറ്റ്വീൻ വെർട്ടിക്കൽ പ്ലെയിനും P3 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഈ ഒബ്സർവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുകയാണ്. അങ്ങനെ ഈ ഓരോ പോയിന്റുകളും ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇയാൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിനെ അതിന്റെ പ്രൊജക്ഷൻസ് എന്ന് നമ്മൾ പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇയാൾ ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്സിന്റെ ഇമേജസിനെ അല്ലെങ്കിൽ പ്രൊജക്ഷനെ നമ്മൾ എന്തെന്ന് പറയും? ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിപ്പോ ക്യാപിറ്റൽ P ആണെങ്കിൽ ഒരു സ്മാൾ p ലെറ്റർ ഇട്ടതിന് ശേഷം അതിന്റെ വിത്ത് എ ഡാഷ് ഇട്ടിടണം. P1 ഡാഷ്. ഇതിന്റെ ഇമേജ് ആണെങ്കിൽ P2 വിത്ത് എ ഡാഷ്. ഇവിടെ P3 വിത്ത് എ ഡാഷ്. P4 വിത്ത് എ ഡാഷ്. ഇതും ഇവിടെ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് അറിയാം. ഓക്കെ, അപ്പൊ ഇത് ഫ്രണ്ട് വ്യൂവിൽ ഇപ്പൊ ഇതിന്റെ പോയിന്റിന്റെ പേര് ക്യാപിറ്റൽ A1 ആണെങ്കിൽ അതിന്റെ A1 ആണെന്നുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ സ്മാൾ A1 വിത്ത് എ ഡാഷ് എന്ന് റെപ്രസെന്റ്. ഇത് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടിയ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, ഇത് ഫ്രണ്ട് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ക്വാഡ്രന്റിലും ഓരോ പോയിന്റ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ആ ഒബ്സർവറിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഒബ്സർവർക്ക്
തേർഡ് ക്വാഡ്രന്റിലെയോ സെക്കൻഡ് ക്വാഡ്രന്റിലെയോ ഒക്കെ ഇമേജസ് കാണാനായിട്ട് അയാൾ ഇപ്പുറത്തെ പൊസിഷനിലേക്ക് വരത്തില്ല. അയാളുടെ പൊസിഷൻ എപ്പോഴും ഇവിടെ ഫിക്സഡ് ആണ്. ഓക്കെ, അവിടെ നിന്നുകൊണ്ട് അയാൾ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ പ്രൊജക്ഷൻ ഇവിടെ കിട്ടും, സെക്കൻഡ് ക്വാഡ്രന്റിലത് ഇവിടെ കിട്ടും, തേർഡ് ക്വാഡ്രന്റിലത് ഇവിടെ കിട്ടും, ഫോർത്ത് ക്വാഡ്രന്റിലും എല്ലാം വെർട്ടിക്കൽ പ്ലെയിനിൽ കിടക്കുന്നതായിട്ട് അറിയാം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിനിന് ഈ പോയിന്റ്സിനും ഇടയ്ക്കുള്ള പൊസിഷൻസ് ഒന്നും തന്നെ അയാൾക്ക് അറിയാനേ പറ്റത്തില്ല. ഇതാണ് പോയിന്റ്സുകളുടെ ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ള പ്രൊജക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ഇതിവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഹൈറ്റിലാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇത് ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ. ഇനി സെക്കൻഡ്, നമുക്ക് ടോപ്പ് വ്യൂ പറയുന്ന അടുത്തൊരു പോർഷൻ, ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയും. വീണ്ടും നമ്മൾ അതേ പ്ലെയിൻസ് വരയ്ക്കുകയാണ് ടോപ്പ് വ്യൂ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതും ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ടോപ്പ് വ്യൂവിന്റെ കേസിൽ ഇവിടുത്തെ ഒബ്സർവറെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്താണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗത്താണ്. ടോപ്പ് വ്യൂവിന് വേണ്ടിയിട്ട് ഈ ഒബ്സർവറിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇദ്ദേഹത്തിന് മൂവ് ചെയ്യാനുള്ള പെർമിഷൻ ഇദ്ദേഹം നിൽക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുക. ഇയാൾ മുകളിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക്. വീണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പോയിന്റ്, നേരത്തെ പറഞ്ഞ അതേ സെയിം പോയിന്റ് തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ അതിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ആദ്യം ഒബ്സർവർ നിന്ന് ഇവിടെയായിരുന്നു, ഇപ്പൊ ഒബ്സർവർ നിൽക്കുന്നത് ഇവിടെയാണ്. ഈ പോയിന്റിന്റെ പേര് A1, ഫസ്റ്റ് ക്വാഡ്രന്റുള്ള എ എന്ന് പറയുന്ന പോയിന്റ്. ടോപ്പ് വ്യൂവിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുന്ന ഒബ്സർവർ ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുകയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്ന ഈ ഒരു ഇമേജ് ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്പേസ് അറിയാൻ പറ്റത്തില്ല. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇയാൾ എന്തുമാത്രം മാറി നിൽക്കുന്നു എന്നുള്ളത് അയാൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എത്ര മുകളിലേക്കാണെന്നുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുന്നതാണെന്ന് അറിയാൻ പറ്റില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഇവിടെ നിൽക്കും, ഇവിടെ കിടക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. ഓക്കെ, ഇപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടക്കുന്ന ഒരു ഇമേജ് ആയിട്ട് A1 അയാൾക്ക് തോന്നും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ കേസ് വിത്ത്, അപ്പോൾ ആദ്യത്തത് സ്മാൾ കേസ് വിത്ത് ഡാഷ് ഫ്രണ്ട് വ്യൂവിന്, സ്മാൾ കേസ് ലെറ്റർ മാത്രമായിട്ട് എടുക്കുന്നത് ടോപ്പ് വ്യൂവിന് അല്ലെങ്കിൽ പ്ലാൻ, ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ എന്ന് റെപ്രസെന്റ്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്നു. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ A2 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് ഞാൻ എടുത്തു. A2വിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് മുകളിൽ നിന്ന് നോക്കുന്ന ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല. അദ്ദേഹത്തിന് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇയാൾ എന്തുമാത്രം മാറി നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടെ അറിയാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എക്സ് ഡിസ്റ്റൻസ് മാറിയിരിക്കുന്നതിൽ അതറിയാം. അപ്പൊ ഈ ഇമേജും ഇവിടെ കിടക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. A2 എന്ന് റെപ്രസെന്റ്. ഇതും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളത് അയാൾക്ക് അറിയാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് അറിയാൻ പറ്റില്ല. ഈ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് A3, അത് തേർഡ് ക്വാഡ്രന്റിൽ നിൽക്കുകയാണ്, ആ പോയിന്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണെന്ന് ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ അയാൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കൺസിഡർ. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് A3യിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് അയാൾക്ക് അറിയാൻ പറ്റില്ല. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ട് എത്ര മാറി നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും. ഇയാളെ സംബന്ധിച്ചിടത്തോളം A3 എവിടെ നിൽക്കുന്നതായിട്ട് തോന്നും? ഈ പ്ലെയിന് കിടക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. അതിന് നമ്മൾ A3 എന്ന് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് പോയിന്റ് A4 ഉണ്ടെങ്കിൽ ആ പോയിന്റും ഇവിടെ നിൽക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും. അതിന് നമ്മൾ
നമ്മൾ A4 എന്ന് ഓക്കെ. അപ്പോൾ A2 ഇവിടെ, A3 ഇവിടെ, A4ഉം A1ഉം ഇതേപോലെയുള്ള പൊസിഷൻ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റ്സുകൾക്ക് എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ളത് മുകളിൽ നിന്ന് നോക്കുന്ന ആളുടെ മനസ്സിലാവില്ല. അയാൾക്ക് ഈ ഇമേജുകളെല്ലാം തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. നേരത്തെ കേസിൽ, ഫസ്റ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്സർവർ അന്നേരം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് അയാളെ പ്ലേസ് ചെയ്തതെന്ന് അയാൾക്ക് അറിയാൻ പറ്റില്ല. അയാൾക്ക് അറിയാൻ പറ്റുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എത്ര മുകളിലേക്കോ താഴേക്കോ നിൽക്കുന്നു എന്നറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് അറിയാം, വെർട്ടിക്കലിൽ നിന്നുള്ള അറിയാൻ പറ്റില്ല. തിരിച്ച് ടോപ്പ് വ്യൂവിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര മാറി നിൽക്കുന്നു, പക്ഷേ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം മുകളിലാണോ താഴെയാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനകത്തും വെർട്ടിക്കൽ പ്ലെയിനിനകത്തും ഈ പോയിന്റ്സുകളുടെ പ്രൊജക്ഷൻ എന്താണ് എന്നുള്ളതിനെ ഒരൊറ്റ സിംഗിൾ ലൈൻ ഡയഗ്രം ആക്കി വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇനി മറ്റൊരു പ്രശ്നം, ഇതിപ്പോൾ ഒരു 3 ഡയമെൻഷണൽ വ്യൂ പോലെയാണ് നമ്മൾ വരച്ചത്. ഈ ഇത് 3 ഡയമെൻഷണൽ വ്യൂ പോലെ നമുക്ക് ഡ്രോയിങ് ഷീറ്റിനകത്ത് വരയ്ക്കാൻ പറ്റും. ഡ്രോയിങ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒബ്സർവർ, ഫ്രണ്ട് വ്യൂവിൽ നിൽക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഈ പോർഷൻ. ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവർക്ക് നേരെ പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്. അല്ലെങ്കിൽ ഈ VPA വരയ്ക്കാനുള്ള പേപ്പർ എന്ത് വേണമെങ്കിലും നമുക്ക് ഒന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേപ്പർ ഈ ഒബ്സർവർക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പ് പോർഷൻ, ഇതിപ്പോൾ ടോപ്പ് എന്ന് പറയാം, അതുപോലെ ബോട്ടവും ഇതേപോലെ താഴെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇതെന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ XY ലൈൻ. ഈ ടോപ്പിലും ബോട്ടത്തിലും ഉള്ള ആളുകളെ മാത്രമേ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് അതാണ്. ഈ പ്ലെയിൻ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ വ്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ ഈ എഡ്ജ് മാത്രമേ അയാൾക്ക് കാണാൻ പറ്റൂ. ഈ എഡ്ജ് എന്ന് പറയുന്നത് XY ലൈനാണ്. XY ലൈൻ പോലെ തോന്നും, ഇവിടെ നിന്ന് XY ലൈനിൽ കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഈ ടോപ്പിലോ ബോട്ടത്തിലോ നമുക്ക് കിട്ടും. ഫ്രണ്ട് വ്യൂ ഒന്ന് ഏത് ക്വാഡ്രന്റിലാണെങ്കിലും ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ കിട്ടും. പക്ഷെ നമുക്ക് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന ഇമേജസിനെ അവിടെയും നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒബ്സർവറിനെ റെഫറൻസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇവിടെ കിട്ടുന്ന ഇമേജസ് ഈ ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് കൊണ്ടുവരാനായി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കിട്ടുന്ന ഇമേജസ്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന ഇമേജസിനെ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു മാർഗം സ്വീകരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഇമേജസ് എടുത്തതിന് ശേഷം ഇതിനെ ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ പ്ലെയിനിലുള്ള ആളുകളെല്ലാം താഴേക്ക് ഈ ബോട്ടത്തിൽ കൊണ്ടുവരും. അപ്പോൾ എന്ത് കിട്ടും? ഇത് ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് നമ്മൾ വരയ്ക്കുന്നതിന് തുല്യമാണ്. ഇവിടെ കിട്ടുന്ന ആളുകളെല്ലാം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ആൾറെഡി ഈ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്ന ഇമേജസ് ടോപ്പിലും ബോട്ടത്തിലും കിട്ടും. കൂടാതെ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഇമേജസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഇമേജസ് കൂടി നമുക്ക് എന്ത് ചെയ്യും? ഈ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സിന്റെ, ലൈൻസിന്റെ ഒക്കെ പ്രൊജക്ഷൻസിനെ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ആളിനെ കൂടി ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ കിട്ടുന്ന ഇമേജസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചെയും ഈ പ്ലെയിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ പേര് പോയിന്റ് ഇ, അത് പോയിന്റ് ഇ 10 mm എബവ് HP ആണ്. അത് 20 mm in front of VP, vertical.
ഇതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കണം. ഓക്കെ, ആദ്യം അപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് പറയുമ്പോൾ എവിടെ വന്നു? ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എവിടെയോ വന്നു അല്ലേ? ഇനി അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിനെ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ ലൈന്. ഇത് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഇത് വെച്ച് വരയ്ക്കാം. നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആയി. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് ഇതുപോലെ. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതെന്ന് പറയുന്നത് ഏതാണ്? ഇത് വെർട്ടിക്കൽ. ഇനി നമ്മുടെ പോയിന്റ്സിന് ആദ്യം ഒന്ന് പ്ലേസ്. അപ്പോൾ ദ പോയിന്റ് ഇ, ക്യാപിറ്റൽ ഇ ഈസ് 10 mm എബോവ് എച്ച് പി. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഇത് എത്രയാണ്? 10 mm എബോവ് ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലേക്കാണ്. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 mm എബോവ് ആണ് എന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 10 mm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഇവിടെ വരും. ഇത് 10 mm. ഇത് കൂടാതെ മറ്റൊരു ഡയമെൻഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താണ്? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി. ഇതിന് മാത്രമല്ല, വെർട്ടിക്കൽ പ്ലെയിനിലും കുറച്ച് ഫ്രണ്ടിലോട്ടാണ്, അല്ലെങ്കിൽ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ആണ്. അപ്പോൾ ആക്ച്വലി ഇത് എവിടെ പോവുകയാണ്? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കും. ഇതിനെ നമുക്ക് ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ നിന്ന് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ത് ചെയ്തു? 10 mm എബോവ്. അപ്പോൾ പോയിന്റ് പ്ലേസ് ചെയ്തത് മനസ്സിലായോ? പോയിന്റ് ഇ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി, 10 mm എബോവ് എച്ച് പി. അപ്പം ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒബ്സർവറിനെ നമുക്ക് ആദ്യം പ്ലേസ് ചെയ്യാം. ഒബ്സർവർ ദേ ഇവിടെ നിൽക്കുന്നു. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാം. 20 mm ഇയാൾക്ക് അറിയാൻ പറ്റുമോ? 20 mm ഇവിടെ നിന്ന് നോക്കുന്ന ആളിന് അറിയാൻ പറ്റില്ല. ഇയാൾ ഇൻഫിനിറ്റിയിൽ നിന്നാണ്, എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻഫിനിറ്റിയിൽ നിന്നാണ് നോക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ എത്ര മുകളിലേക്കാണെന്നുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. എത്രയാണ്? 10 mm. അപ്പോൾ ഇതിന്റെ ഇമേജ് ഇവിടെ കിട്ടും. അതിന് നമ്മൾ സ്മോൾ ഇ ഡാഷ് എത്ര മുകളിലേക്കാണ്? 10 mm. ഇനി നെക്സ്റ്റ് ഈ ഒബ്സർവറിനെ നമ്മൾ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്തു. ടോപ്പ് വ്യൂ നോക്കി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് എന്ത് കാണാൻ പറ്റും? ഇൻഫിനിറ്റി എന്നാണ് നോക്കുന്നത്. ഈ ഇയിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല, കാരണം അയാൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നോക്കുക. അയാൾക്ക് അറിയാൻ പറ്റുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റ് ഇ എന്തുമാത്രം മാറി നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും. എത്രയാണ്? 20 mm മാറി നിൽക്കുക. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് ഈ 20 mm മാറി നിൽക്കുന്നതായിട്ട് അയാൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അപ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ വായിച്ചു. പോയിന്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഡേറ്റാസ് എന്ന് പറയുന്നത് ഒന്ന് 10 mm എബോവ്, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് നമുക്ക് ഇവിടെ. ഇനി നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് നമ്മളിത് വരയ്ക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ഇതുപോലെ ഇരിക്കുന്നതായിട്ട് നോക്കുക, കൺസിഡർ ചെയ്യുക. അതിനകത്ത് ഇതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ വരച്ചു എക്സ് വൈ ലൈൻ, ഈ ലൈൻ വരച്ചു. അതിനകത്ത് മുകളിലേക്ക് പോയിന്റ് റെപ്രസെന്റ് ചെയ്യും ഈ ഡാഷ്. എത്രയാണ് ഡിസ്റ്റൻസ്? 10 mm. 10 mm എബോവ് പ്ലെയിൻ കിട്ടി. ഈ പ്ലെയിനിലുള്ള ആളെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇതെവിടെ പോകും? പോയിന്റ് താഴോട്ട് പോകും. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ കേസ് ലെറ്റർ ഇ. ഇത് എത്രയാണ്? ഇത്
ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്ത ഈ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ഈ പോയിന്റിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രൊജക്ഷൻ. അപ്പോൾ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കും ക്വസ്റ്റ്യന് കിട്ടും. ഇങ്ങനത്തെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 10 മാർക്കിന് പല ക്വാഡ്രന്റിലേക്ക്. അപ്പോൾ ഈ ക്വാഡ്രന്റിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്?